അങ്ങനെ ഹോസ്റ്റലിൽ പോയി നിന്നോട്ടെ, എനിക്ക് വേറെ ജോലി കൂടി നോക്കണം എന്ന് ആഗ്രഹമുണ്ട് പാർട്ട് ടൈമായിട്ട് പറഞ്ഞപ്പം എനിക്ക് ഇത്ര വർഷം ഞാൻ ജീവിച്ചിട്ട് ഒരിക്കലും ഒരു ഹോസ്റ്റലിൽ പോയി നിന്നിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഹോസ്റ്റലിൽ പോയി നിൽക്കണമെന്നുണ്ട് വർക്കിൻ്റെ ബേസിലായിട്ട്. അപ്പം ഞാൻ തൃശ്ശൂർക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നോക്കാം എന്താ അവസ്ഥ. അത് എനിക്കറിയില്ല എങ്ങനെ പോവാന്നൊന്നും. മീൻസ് എനിക്കങ്ങനെ ശീലമൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട്, വയനാടൊക്കെ പോകുമ്പോൾ കഴിക്കാറുണ്ട്. പക്ഷെ അറിയില്ല, നോക്കാം. എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമമുണ്ട് വീട്ടിൽ നിന്ന് പോകണേന്. നമ്മുടെ വീടല്ല, റെൻറ്റഡ് വീടാണ്. ബട്ട് എന്തോ ഹോസ്റ്റലിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്കാവോ വിഷമാവോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തോ പോലെ. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്തായാലും പാക്ക് ചെയ്യണം. നോക്കി, ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്നിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഞാൻ വയനാട്ടൊക്കെ പോയി കുറേ നാൾ പോയിട്ട് നിന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ പഠിക്കാൻ പോകുമ്പോഴും അങ്ങനെ നിൽക്കേണ്ട ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ. പഠിച്ചൊക്കെ മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ തന്നെ എന്നിട്ട് പഠിച്ചത്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ എന്താ ജോലിയുടെ കാര്യമൊക്കെ ആയിട്ട് എക്സ്ട്രാ ജോലി ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് അത് ഞാനേ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലത് നോക്കി എടുത്ത് വെച്ചതാ. ഞാൻ എടുത്തു, എനിക്ക് ആവശ്യമുള്ള എടുത്തു. ഞാൻ കുറച്ചേ കൊണ്ടുപോകണല്ലോ, പിന്നെ ആഴ്ചയിൽ വരാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ അവസ്ഥ എനിക്കറിയില്ല. എന്താ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ പോലെ. ഓക്കെ, ആയോ ഇതാണ് മാമിൻ്റെ സ്വത്തപ്പൻ. Hi guys. I love you guys. ഉറക്കെ പറയ, കേക്കില്ല. ഒയ്യോ, അല്ലെങ്കിൽ മുട്ടക്കത്തെ സൗണ്ട് ഇടും. സൗണ്ട് വരുന്നില്ല. പറഞ്ഞേ, അമ്മ പിടിക്കല്ലേ. ഞാൻ ഫോട്ടോ എടുക്കാൻ കേട്ടാ, അമ്മ പിടിക്കില്ലേ. യൂട്യൂബറൊക്കെ ആയിട്ട് എനിക്ക് കുറെ കാശുണ്ടായിരുന്നു കറങ്ങാനൊക്കെ പോകാൻ. നീയൊക്കെ വലുതായിട്ട് എന്ന് കാശുണ്ടായിട്ട് ഞാൻ വെച്ചോടാ. അമ്മത്തോടല്ലേ ഇവിടെ തന്നെ സഹായിച്ചേ. ഇവിടെ അമ്മത്തോടല്ലേ മൊബൈൽ വീഴും, അല്ലെങ്കിൽ അത് ആകെ പരാശായിട്ടായിരിക്കും. വല്ല ആവശ്യമുണ്ടാ? നീ വലുതാവോ? വലുതായിട്ട് എനിക്ക് എന്താ ചെയ്തു തരാ? ഞാൻ കുറെ ഐസ്ക്രീം മേടിച്ചു തരാറില്ലേ? നീ വലുതായ എനിക്ക് എന്താ ചെയ്തു തരാ? മിഠായി മേടിച്ചു തരേ? മിഠായി എനിക്ക് വേണ്ട, കാശ് തരുമോ? ഐസ്ക്രീം വേണ്ട, സ്നേഹിക്കോ? അതന്നെ കുറച്ച് കഴിഞ്ഞാൽ മറക്കുവോ? വലിയ ആളൊക്കെ ആയി കഴിഞ്ഞാ, വലിയ ആളായി ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ മറക്കുവോ? കാശൊക്കെ ആയി കഴിഞ്ഞാ മറക്കുവോ? നീ മറക്കുവോ? അത്ര ഉള്ള സ്നേഹം? അപ്പൊ മാമ മിഠായി വെച്ചെനക്ക് വെറുതെ ഇല്ലേ? സ്നേഹിക്കില്ലേ വലുതായി കഴിഞ്ഞാ? ഇല്ലല്ലോ. ഉണ്ടല്ലേ പറയും. അത് മതി. സ്നേഹം ഉണ്ടാവൂലോ? സ്നേഹം ഉണ്ടാവോ? അത് പറയും. സ്നേഹം ഉണ്ടാവോ? ഉണ്ടാവും. ഇപ്പൊ തന്നെ തന്നത് കേട്ട്. ഇപ്പൊ തായോ നീ ഉമ്മതായോ? തരില്ല. അയ്യോ, ഭയങ്കര സ്നേഹം. താഴ്ത്തൊക്കെ കിടന്നു, നിലത്തൊക്കെ കിടന്നു. ഇതിപ്പെട്ടിട്ട് പോവാം. അവിടേക്ക് വന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട് ടൈം ജോബാണ് കേട്ടോ. അത്യാവശ്യമാണ്, വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അല്ലാതെ തന്നെ കുറേ EMIs കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ ഹാവ് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. ഇനി അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാൻ ഡി ഉണ്ട്. സോ ഒരുപാട് പ്ലാനിങ് ആയിട്ട് അവിടേക്ക് വന്നതാണ്. എല്ലാ പ്ലാനിങ്ങിനും ഓരോ വീഴ്ചകളുണ്ട് എന്ന് പറയുന്നിട്ട് തന്നെ പോണത്. പക്ഷേ എപ്പോഴെങ്കിലും സക്സസ് ആയാലോ എന്നൊരു തോട്ടുണ്ട് മുന്നോട്ട് തന്നെ. ഹാപ്പിയാണോ ചോദിച്ചാൽ ഹാപ്പിയാണ്. ലൈഫിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ തല്ലുകൂടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റേ ചെയ്താലെന്നൊക്കെ വിചാരിക്കാറുണ്ട്. പിന്നെ വിഷമമായിട്ട് ഫുഡിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഫുഡ് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണോണ്ടല്ല, എനിക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എനിക്കിഷ്ടമല്ല പുറത്തുനിന്ന് കഴിക്കുന്നത്. അപ്പോൾ വീട്ടിലത്തെ അമ്മയുടെ ചോറും പരിപ്പ് കറിയും മാന്തളും ചമ്മന്തിയും അതൊക്കെ, മാന്തളൊന്നും എനിക്ക് അത്ര ഫേവറേറ്റ് അല്ല, പക്ഷെ പരിപ്പ് കറി അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ ഇവിടെയൊക്കെ വെട്ടം വിളിച്ചൊക്കെ കാണുന്നുണ്ട്, പക്ഷെ മുന്നോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല കാര്യമാണോ നടക്കാൻ പോകണമെന്ന് ആലോചിക്കുമ്പോൾ അറിയില്ല. എന്ത് പ്ലാനിട്ട് ഇറങ്ങി കഴിഞ്ഞാലും പൊട്ടും. പക്ഷെ എപ്പോഴും ഓരോന്നിനും ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരാഗ്രഹം ഉണ്ടാവും. ഇപ്പം ചെയ്യണത്
തെറ്റായി എടുത്തിട്ടുള്ള തീരുമാനമാണോ എന്ന് എനിക്കറിയില്ല കേട്ടാ. ഇത്രയും നാളുണ്ടായിരുന്ന എക്സ്പെൻസിൻ്റെ മുകളിൽ എനിക്ക് എന്തായാലും ഒരു 6000 എക്സ്ട്രാ ഫണ്ടിങ് കണ്ടെത്തണം. ഇപ്പോൾ ഫെഡറൽ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ആക്റ്റീവ് ആയിട്ടില്ല. എങ്ങനെയെങ്കിലും അത് ആക്റ്റീവ് ആക്കണം. ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യണം കേട്ടാ, ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യണ, ലൈഫ് ഇൻഷുറൻസ് സെക്ടറിൽ. പിന്നെ ഒരു പാർട്ട് ടൈം ജോബിന് കയറിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടാണ്, പക്ഷെ ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്. പിന്നെ എപ്പോഴെങ്കിലും ഒരു നല്ലൊരു സ്റ്റേജ് എത്തുമ്പോൾ പറയുന്നുണ്ട്. പിന്നെ എന്താ ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കുന്നുണ്ട്. യൂട്യൂബിന് ഓൾവേസ് ഞാൻ അങ്ങനെ എനിക്കറിയില്ല എങ്ങനെ അത് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീഡിയോ ഉണ്ടോ. ഞാൻ എൻ്റെ മൂഡ് സിങ്സ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടൂല. പക്ഷെ ഇതെങ്കിലും ലൈഫിൽ ഇങ്ങനെ ശരിയാവും എന്നുള്ള പറഞ്ഞിട്ട് തോന്നലുണ്ട്. എനിക്കറിയില്ല ശരിയാവില്ല എന്നുള്ളത്. അതും ആവും എന്നുള്ള അവസ്ഥ അറിയില്ല. ഫീൽ ബെറ്റർ ആവും. എന്നിപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഷോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ബട്ട് ശരിയാവും. അതിന് ഫുഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താണെന്നറിയില്ല. ഞാൻ അത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ വന്നതാണ്. ഫാനുണ്ട്, ലൈറ്റ് ഉണ്ട്, റൂമിൽ കുറേ ഡ്രസ്സ് ഉണ്ട്. കൂടെ ഭക്ഷണം കഴിക്കുന്നവർക്കറിയാം എൻ്റെ ചോറും എൻ്റെ പരിപ്പുകറിയൊക്കെ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കി ചോറും കൂട്ടാനാണ്, പക്ഷേ ഞാൻ എന്നാലും പിക്ക് ചെയ്ത് കൊണ്ടു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അത്രയും ഫേവറേറ്റ് ആയിരുന്നു. വീട്ടിൽ നിന്ന് മിസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക അമ്മയുടെ കറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂട്ടുകാരത്തൊക്കെ സംസാരിച്ചു വന്നു കേട്ടോ. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ രാവിലെ പെട്ടെന്ന് എണീക്കാൻ തോന്നി. എണീറ്റു കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു പെൻഡിങ് ആയിട്ട്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, റൂം സെറ്റ് ചെയ്യണം, ബ്രഷൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ പേസ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് കുറച്ച് നേരം പതിവ് പോലെ മൊബൈലിൽ ഇടുന്ന് കളിച്ചു, കുത്തിയിട്ടിട്ട് കളിക്കണം കേട്ടോ. പിന്നെ പ്ലാനിങ് ബി തുടങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട് വിടില്ല, അതുകൊണ്ട് അവൻ വരുന്നതിന് മുന്നേ നമുക്കൊരു ഫ്രീഡം ഉണ്ടാവും. സോ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സെറ്റ് ചെയ്യണം കേട്ടോ. അവൻ വന്നാലും കമ്പനിയാണ്, എന്നാലും നമുക്കൊരു സ്പേസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗിൽ 2 ബാഗ് കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരാഴ്ചക്കുള്ള ഡ്രസ്സ് കൊണ്ടുവന്നാണ്. വാശിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് എങ്ങനെയാണെന്നറിയില്ല. ഫുഡിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് റൂം എടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഈ റൂമിന് 2000 ആണ് അഡ്വാൻസ്. നമ്മളൊരു 5000 കൊടുക്കണം. നമ്മളെ ഈ മന്തിലൊരു ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചിലവ് നമുക്കൊരു 5000 രൂപ അടുത്ത് എന്തായാലും വരും. 5000 വരുമെന്ന് വിചാരിക്കണോ. പിന്നെ എക്സ്ട്രാ ഒരു 5000 കൂടി കണ്ടെത്തണം. അതായത് ഈ അഡ്വാൻസ് കണ്ടെത്തിയ പൈസ അഡ്വാൻസ് കൊടുത്തൂല, പക്ഷെ അത് നമുക്ക് പോകുമ്പോൾ കിട്ടും. എന്നിരുന്നാലും ഈ 5000 രൂപ നമ്മൾ എക്സ്ട്രാ 5000 അല്ല, ഒരു 9000 രൂപ എക്സ്ട്രാ ഏണിങ്സ് കിട്ടണം കേട്ടോ നമുക്ക് ഈ മാസം. അഡ്വാൻസ് കൊടുത്ത 5000, പിന്നെ ഫുഡിനൊരു 3000, പിന്നെ അടുത്ത മാസത്തെ 2000 റെൻറ്റ്, അങ്ങനെ കേട്ടോ. അപ്പോൾ അറിയില്ല എന്താ അവസ്ഥ എന്നൊന്നും. നമുക്കിപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന ഡ്രസ്സ് മൊത്തം ഷെൽഫിലേക്ക് ആക്കണം. ഇവിടെ ഒരു കൊളീഗും കൂടി ഉണ്ട്, ആ ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല, അവർ ട്രിപ്പ് പോയേക്കാം. അപ്പോൾ നമുക്കിതൊക്കെ ഒതുക്കി വയ്ക്കാം. ഞാനൊരു യോഗ മാറ്റാണ് എടുത്താണ്, ബെഡ് എടുത്തിട്ടില്ല. ഇവിടെ എത്ര ദിവസം സർവൈവ് ചെയ്യും, എത്ര ദിവസം നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സ്റ്റേബിളായിട്ട് നിന്നേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ ചെയ്യാം. ഒരുപാട് പാർട്ട് ടൈം ജോലീസ് നോക്കിയിട്ടാണ് ഞാൻ ഷോപ്പിൽ നിൽക്കുന്ന ഒരു ജോലിയല്ല നോക്കണത്. എനിക്ക് എൻ്റെ ടൈമും മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലിയാണിത്. കാരണം എനിക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സ്പേസ് വേണം, സമയം വേണം. അതുകൊണ്ട് ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ പോലത്തെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ പ്ലാനൊന്നും ഇട്ടില്ല, ഇങ്ങനെ കുറേ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തേച്ച് ഒതുക്കി വെച്ചു കേട്ടോ. ഓഫീസിൽ പോലെ ഓഫീസിക്കും ഇവിടെ ഇടാൾ ഇവിടെ ഇടും. പിന്നെ ജീൻസ് പാൻറ്റും മറ്റേതൊക്കെ മറിച്ചിങ്ങനെ കുറച്ചിങ്ങനെ വരിയായിട്ട് വെച്ചു. ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ ഒതുക്കി വയ്ക്കാറില്ല കേട്ടോ. ഒക്കെ അമ്മ അനിയത്തിയൊക്കെയാണ് ഒതുക്കി വയ്ക്കാറ്. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഒതുക്കി വയ്ക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂംമേറ്റ് ഉണ്ടല്ലോ, അത് കാരണം. അലമാരുണ്ടല്ലോ, ഒരിക്കലും ഞാൻ മടക്കി ഒതുക്കി വെക്കാറില്ല. പിന്നെ വേറെ ഒരുത്തൻ റൂമിലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മടക്കി ഒതുക്കി സെറ്റാക്കി വെച്ചത്. എന്താ പരിപാടി വെച്ചാൽ ബാഗ് കുറേ നാളെ യൂസ് ചെയ്തിട്ട് എന്തൊരു സ്മെല്ല്. അപ്പോൾ നമുക്ക് ഓപ്പട്ടയ്ക്കാം. ബാഡ് സ്മെല്ലിൻ്റെ അല്ല കേട്ടോ, ഫോഗിൻ്റെ ഗ്യാസിൻ്റെ. ഇത്രയും ഗ്യാസ് അലർജി ചെയ്തിട്ട് ഒറ്റയടിക്ക് മേടിക്കുമ്പോണ്ടല്ലോ. സോ ഐ തിങ്ക് ദാറ്റ്സ് ഫിനിഷ്ഡ്. അങ്ങനെ നമ്മുടെ എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി രാവിലെയാണ് 8:20. അപ്പോൾ നൈസായിട്ട് കുളിച്ചിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ നോക്കാം. അപ്പം ഇത് ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തിരുന്ന സോപ്പാട്ടാ. അപ്പോൾ ഇത് ഞങ്ങൾ എടുത്ത് കൊണ്ടുവന്നുണ്ട്. ദുഫൈ സോപ്പായിരുന്നു, ദുഫൈ. സോ എന്താ മോയ്സ്ചറൈസർ പോലെ നല്ല രസമാണ്. അപ്പോൾ ഞാനത് കണ്ട് എടുത്തു കൊണ്ടു. വീട്ടിൽ പിന്നെ അച്ഛനമ്മ യൂസ് ചെയ്യുന്ന സോപ്പൊന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് എടുത്തു കൊണ്ടുവന്നു. ഇനി നമുക്ക് പല്ലേച്ച് കുളിച്ച് ഓഫീസിൽ പോകാൻ നോക്കാം. ഓക്കെ, ഇന്നത്തെ ഡേ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. ഫുഡിൻ്റെ കാര്യമാണ് എനിക്ക് ടെൻഷൻ. ഫുഡ് ഞാൻ എന്ത് ചെയ്യും? ബ്രഷ് ചെയ്യാൻ കൊണ്ടുവന്നായിരുന്നു, പക്ഷേ പേസ്റ്റ് ഇല്ല. അപ്പോൾ ഇവിടെയുള്ള ആരുടെയാണ് പേസ്റ്റ്? എന്തായാലും ഞാനെടുത്ത്
ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കണമെന്നുള്ളൂ. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ലടാ. നമ്മളിങ്ങനത്തെ ഒരു സ്റ്റേജിലാദ്യമായിട്ടാ. മീൻസ് ഞാൻ വഴക്ക് കൂടിയിട്ട് അങ്ങനെയൊന്നും പോകുന്നല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാ വീട്ടിൽ ഞാൻ വിചാരിച്ച് സമ്മതിക്കില്ല എന്നാ ഞാൻ ജസ്റ്റ് ചോദിച്ചേ. അങ്ങനെ ഹോസ്റ്റലിൽ പോയി നിന്നോട്ടെ, എനിക്ക് വേറെ ജോലി കൂടി നോക്കണം എന്ന് ആഗ്രഹമുണ്ട് പാർട്ട് ടൈമായിട്ട് പറഞ്ഞപ്പോൾ നിൽക്കണമെങ്കിൽ നിന്നു, പക്ഷെ വിളിച്ചങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഇതായി, ലൈഫിലൊരു ചേഞ്ചൊക്കെ വേണ്ടേ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അപ്പോൾ അത് കാരണം ചൂസ് ചെയ്താണ് ഹോസ്റ്റൽ ലൈഫ്. എന്താവും ഒരു ഐഡിയ ഒന്നുമില്ല. എന്താ എനിക്ക് ഫുഡിൻ്റെ കാര്യം മെയിൻലി ടെൻഷൻ. ഇനി പിന്നെ നമ്മൾ വിചാരിച്ച പോലെ പാർട്ട് ടൈം ജോലി ചെയ്യണം, എക്സ്ട്രാ ഏണിങ്സ് കണ്ടെത്തണം. സോ ഐ ഹാവ് എ പ്ലാൻ. പക്ഷേ എൻ്റെ പ്ലാൻസൊക്കെ നടക്കില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എപ്പോഴും അങ്ങനെ നടക്കാറൊന്നുമില്ല കേട്ടോ. എപ്പോഴും ഓൾമോസ്റ്റ് ഞാൻ എന്തിലാണോ മോർ എഫേർട്ട് ഇടണേ ആൻഡ് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണേ, ഒരു പരിധി വരെ അതോടെ നിൽക്കും. അത് കഴിഞ്ഞ് മേ ബി ലോസ്റ്റ് ആവും. പക്ഷെ ബെറ്റർ പ്ലാൻസ് വരാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. അതിന് നല്ലത് എനിക്ക് എന്തായാലും കിട്ടാറുണ്ട്. അതെൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഞാൻ എഫേർട്ട് ഇടുന്ന എവിടെയാണോ എഫേർട്ട് ഇട്ട് അവിടെ പണിയിട്ട് ഉറപ്പായിട്ടും പണിയിട്ടു സത്യം. നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഹോസ്റ്റൽ ലൈഫ് പോയോണ്ടിരിക്കുന്നത്. ഇനി ഓനും കൂടി വന്നു കഴിഞ്ഞാൽ എത്ര അഡ്ജസ്റ്റ് ചെയ്യണം, എത്ര അഡ്ജസ്റ്റബിൾ ആകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഹോസ്റ്റൽ ലൈഫ്. നിങ്ങൾക്ക് ഹോസ്റ്റലിൽ എന്നിട്ടുണ്ടോ? ഹോസ്റ്റലിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ സ്റ്റേ ഒക്കെ ചെയ്തിട്ട്? സ്കൂളിൽ കഴിഞ്ഞ് വന്നു. എന്താ ഫീൽ ആയെന്ന് വെച്ചാൽ വെള്ളം സീനാവോ, ഹെയർ സീനാവോ? വെള്ളം കുഴപ്പമില്ല, ഇവിടുത്തെ നല്ല വെള്ളമൊക്കെയാണ്. പക്ഷേ കുളിക്കാൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഓർമ്മ വന്നു തുടങ്ങി. പിള്ളേരൊക്കെ വരാറില്ലേ ഹോസ്റ്റലിൽ വെള്ളം കുളിച്ചിട്ട് മുടിയൊക്കെ കഴിഞ്ഞ് പോയി എന്നൊക്കെ. ഇനി പത്തൊക്കെയാവോ എന്നൊക്കെ എന്തൊക്കെ ടെൻഷൻ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഓളിയിരുന്നു. അപ്പം ജോലിക്ക് പോകാൻ ഹോസ്റ്റലിലെ കളികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡും കൂടി ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ എനിക്കറിയില്ല എന്തൊക്കെ നടക്കാൻ പോണേ. ഫുഡിൻ്റെ ആണെങ്കിൽ ടെൻഷൻ ആവാടോ, എന്ത് ബേസിലാണെന്ന് എനിക്ക് അറിയുന്നത്. ഫുഡും കുടിക്കാനുള്ള വെള്ളവും സീൻ തന്നെ. നോക്കാം, ഇന്നത്തെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡി ആവട്ടെ. വന്നത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ്ട്രാ ജോലി എടുത്തിട്ട് ഉള്ള പൈസ മൊത്തം ഫുഡ് എടുത്ത് ചിലവാക്കാൻ പറ്റില്ല. ഒരു ഫുഡിന് ഏകദേശം 80 to 60 രൂപ ചോറിന്. അപ്പോൾ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഫുഡ് മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കണം. പിന്നെ ബാക്കി വരുന്ന വഴി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വീണ്ടും കാണാം. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിലാണ്.